ക്രാങ്സുരി വാട്ടർഫോൾസിലെ മനോഹരമായ ഒരു ദിവസം അവസാനിപ്പിച്ച ശേഷം ഞങ്ങൾ രാത്രിയോടെ ഡൗക്കി ടൗണിനടുത്തുള്ള ബാലൻഗോക്ക് എന്ന സ്ഥലത്തെത്തി. അന്നത്തെ രാത്രിയിലെ ഞങ്ങളുടെ താമസം ഇവിടെയായിരുന്നു. തിരക്കേറിയ ടൗണിൻ്റെ കാഴ്ചകളോടെ തുടങ്ങിയ ആ പ്രഭാതം പുതിയൊരു ദിവസത്തിൻ്റെ ആവേശം തന്നെയായിരുന്നു. രാത്രിയിൽ ഒരു നല്ല താമസ സ്ഥലവും നല്ല ഭക്ഷണവും എത്രത്തോളം പ്രധാനമാണെന്ന് ഓരോ ട്രിപ്പും നമ്മളെ ഓർമ്മിപ്പിക്കും. ഇവിടെയുള്ള ഈ കാണുന്ന കീബോ റെസ്റ്റോറൻറ്റിലായിരുന്നു ഞങ്ങൾ അന്ന് രാത്രിയിലെ ഡിന്നറും പിറ്റേന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചത്. നല്ല ഭക്ഷണവും സൗഹൃദപരമായ അന്തരീക്ഷവും ചേർന്ന് ഈ സ്ഥലം ഞങ്ങളുടെ യാത്രയെ കൂടുതൽ മനോഹരമാക്കി. ഇനി ഞങ്ങൾ യാത്ര തിരിക്കുന്നത് മേഘാലയയിലെ ഏറ്റവും മനോഹരമായ നദീതീര ഗ്രാമങ്ങളിലൊന്നായ സ്നോൺ പെഡങ്ങിലേക്കാണ്. പുതിയ ദിവസവും പുതിയ കാഴ്ചകളും തേടി ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിക്കുകയാണ്. മുന്നേ പറഞ്ഞതുപോലെ ഇന്നത്തെ ലക്ഷ്യം മേഘാലയയിലെ ഏറ്റവും മനോഹരമായ നദീതീര ഗ്രാമങ്ങളിലൊന്നായ സ്നോൺ പെഡങ്ങിലേക്ക്. ഞങ്ങൾ താമസിച്ചിരുന്ന ബാലൻകോങ്ങിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം. ഇന്നലെ ക്രാങ്സുരി വാട്ടർഫോൾസിൽ കൂടുതൽ സമയം ചെലവഴിച്ചതിനാൽ വൈകിയാണ് അവിടെ നിന്ന് തിരിച്ചത്. രാത്രി ആയതോടെ ഈ ഭാഗത്തെ റോഡുകൾ മുഴുവൻ ഇരുട്ടിലായി. മിക്ക സ്ഥലങ്ങളിലും തെരുവു വിളക്കുകൾ ഇല്ലാത്തതിനാൽ ആ സമയത്ത് മുന്നോട്ടുള്ള യാത്ര സുരക്ഷിതമല്ലെന്ന് തോന്നി. അതിനാലാണ് സ്നോൺ പെഡങ്ങിലേക്ക് പോകാഞ്ഞത്. അതുകൊണ്ട് തന്നെ ബാലൻകോക്കിൽ തന്നെ രാത്രി തങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചത്. യാത്രകളിൽ ചിലപ്പോൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിനേക്കാൾ സുരക്ഷിതമായി എത്തിച്ചേരുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ രാവിലെ വെളിച്ചം പരന്നതോടെ വീണ്ടും യാത്ര ആരംഭിച്ചു. അല്ലേ, കണ്ടോ ഗൈസ്, പെട്രോളിന് ഇവിടെ 102.10 ഉള്ളൂ. ഈ സ്ഥാനത്ത് ഇപ്പോൾ നാട്ടിൽ 112 അങ്ങാണ്ടുണ്ട്. കേരള ഗവൺമെന്റ് കി ജയ്. ഫോൺ വെച്ചിട്ടുണ്ട്. മലനിരകൾക്കിടയിലൂടെ വളഞ്ഞും പുളഞ്ഞും പോകുന്ന ഈ റോഡുകൾ, വഴിയരികിലെ പച്ചപ്പും തണുത്ത കാറ്റും മേഘാലയയിലെ ഓരോ പ്രഭാത യാത്രയും കൂടുതൽ മനോഹരമാക്കുന്നു. ഓരോ കിലോമീറ്ററും പിന്നിടുമ്പോഴും ഇന്നത്തെ ദിവസത്തിനായുള്ള ആവേശം കൂടിക്കൊണ്ടിരുന്നു. കാരണം ഞങ്ങളെ കാത്തിരുന്നത് ഇന്ത്യയിലെ ഏറ്റവും തെളിഞ്ഞ നദികളിലൊന്നായ ഉംകോട്ട് നദിയും അതിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ സ്നോൺ പെഡങ് ഗ്രാമവുമായിരുന്നു. സ്നോൺ പെഡങ്ങിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വഴിയരികിൽ ഞങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ച് ഒരു മനോഹര കാഴ്ച കണ്ടത്. റോഡിൽ നിന്ന് കുറച്ചകലെയായി പാറകൾക്കിടയിലൂടെ പതിച്ചിറങ്ങുന്ന ഒരു ചെറിയ വെള്ളച്ചാട്ടം. മിക്ക യാത്രക്കാരും ഒരുപക്ഷെ ശ്രദ്ധിക്കാതെ കടന്നു പോകുന്ന, അധികം ആരും സംസാരിക്കാത്ത ഒരു മനോഹര ഇടം. മേഘാലയയുടെ പ്രത്യേകത അതാണ്. യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ മാത്രമല്ല, വഴിമധ്യേ അപ്രതീക്ഷിതമായി മുന്നിലെത്തുന്ന ഇത്തരം കാഴ്ചകളും യാത്രയെ കൂടുതൽ മനോഹരമാക്കും. അങ്ങനെ യാത്ര ഞങ്ങൾ മുന്നോട്ടേക്ക് വീണ്ടും തുടർന്നു. മുന്നോട്ട് പോകുന്തോറും പ്രകൃതി അതിൻ്റെ മറ്റൊരു മുഖം ഞങ്ങൾക്ക് കാണിച്ചു തരാൻ തുടങ്ങി. റോഡിൻ്റെ ഇരുവശവും നിറഞ്ഞു നിൽക്കുന്ന ഇടതൂർന്ന വനങ്ങൾ, ആ മരങ്ങൾക്കിടയിലൂടെ വളഞ്ഞു പുളഞ്ഞു പോകുന്ന റോഡുകൾ, തണുത്ത കാറ്റും പക്ഷികളുടെ ശബ്ദവും. ഒരു നിമിഷം നമ്മൾ ഒരു സാധാരണ റോഡിലൂടെയല്ല, പ്രകൃതിയുടെ നടുവിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് തോന്നിപ്പിക്കുന്ന അനുഭവം. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന ആ ഒരു നിമിഷമെത്തി. സ്നോൺ പെഡങ്ങിലേക്ക് ഇനി വെറും 4 കിലോമീറ്ററും കൂടി മാത്രം. മേഘാലയയെ ദ അബോർഡ് ഓഫ് ക്ലൗഡ്സ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഓരോ കിലോമീറ്ററും നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു.
കുറച്ചുകൂടി മുന്നോട്ട് എത്തിയപ്പോൾ അപ്രതീക്ഷിതമായി ഞങ്ങളുടെ മുന്നിൽ തുറന്നത് അതിമനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. മലനിരകൾക്കിടയിലൂടെ താഴേക്ക് ഒഴുകുന്ന മുങ്കോട്ട് നദിയുടെ ആദ്യ കാഴ്ച. ദൂരെയായി പച്ചപ്പാർന്ന മലകളുടെ പശ്ചാത്തലത്തിൽ കണ്ണാടി പോലെ തെളിഞ്ഞൊഴുകുന്ന ആ നദി. അതിനു മുകളിലൂടെ ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ്. ആ കാഴ്ച കൂടുതൽ മനോഹരമാക്കിക്കൊണ്ട് മലമുകളിലൂടെ പതുക്കെ താഴേക്ക് ഇറങ്ങി വരുന്ന മേഘങ്ങൾ. പറ It's freaking beautiful, but at the same time it's so dangerous. It's so dangerous. ഒരു രക്ഷയില്ല. It's beautifully frightening. Beautifully frightening. അതൊക്കെ കണ്ടോ അത്? ആ നിമിഷം ബൈക്ക് നിർത്താതെ മുന്നോട്ട് പോകാൻ മനസ്സ് അനുവദിച്ചില്ല. പ്രകൃതിയുടെ ഈ അപൂർവ നിമിഷത്തെ പലരും ക്ലൗഡ് ബേസ്റ്റ് എന്ന പേരിലാണ് വിശേഷിപ്പിക്കുന്നത്. ആകാശത്ത് നിന്ന് പൊട്ടിത്തെറിക്കുന്നത് പോലെ മേഘങ്ങൾ താഴ്വരയിലേക്ക് ഒഴുകിയിറങ്ങുന്ന ഈ കാഴ്ച നേരിൽ കണ്ടപ്പോഴാണ് അതിൻ്റെ ഭംഗി ശരിക്കും മനസ്സിലായത്. മഴയല്ലേ, ക്ലൗഡ് ബേസ്റ്റ് അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാൻ പറ്റി. ഇതെന്തിനുള്ളതായിരുന്നു? ദാരങ് ടൂറിസ്റ്റ് സ്പോട്ട്. വി ആർ നോട്ട് ഗോയിങ് ദർ. സ്ട്രൈറ്റ്. സ്നോൺ ബ്രങ് ഇനി അധികം ദൂരെയല്ലായിരുന്നു. പക്ഷെ മേഘാലയ വീണ്ടും അതിൻ്റെ മറ്റൊരു മുഖം ഞങ്ങൾക്ക് കാണിച്ചു തരാൻ ഒരുങ്ങുകയായിരുന്നു. അപ്രതീക്ഷിതമായ ഒരു മഴ. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആ ചാറ്റൽ മഴ ശക്തമായി. ഞങ്ങൾ ബൈക്ക് ഒതുക്കി റെയിൻകോട്ടുകൾ ധരിച്ചു. പലർക്കും മഴ യാത്രയുടെ തടസ്സമായിരിക്കും. പക്ഷേ മേഘാലയയിലെ മഴ ഈ നാടിൻ്റെ സൗന്ദര്യത്തിൻ്റെ ഭാഗമാണ്. ആ മഴയിലൂടെ ബൈക്ക് ഓടിച്ച് ആ നിമിഷങ്ങൾ യാത്രയിലെ ഏറ്റവും പുതുമ നിറഞ്ഞ അനുഭവങ്ങളിലൊന്നായി മാറി. മഴയെ ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഞങ്ങൾ കാത്തിരുന്ന ബോർഡ് ആദ്യമായി കണ്ടിൽപ്പെട്ടത്. സ്നോൺ ബ്രങ് പാരഡൈസ് ബൈ ദ റിവർ. ആ പേര് കണ്ട നിമിഷം തന്നെ മനസ്സിലായി ഇനി കാണാൻ പോകുന്നത് ചിത്രങ്ങളിൽ മാത്രം കണ്ടിരുന്ന ആ മനോഹര ലോകമാണെന്ന്. അവിടെ നിന്ന് കുറച്ചു ദൂരം മുന്നോട്ട് പോയ ശേഷം പ്രവേശന ചെക്ക് പോസ്റ്റിലെത്തി. ആവശ്യമായ എൻട്രി പാസ് എടുത്ത് നദിക്കരയിലേക്കുള്ള യാത്ര തുടർന്നു.
വിത്തൗട്ട് ലൈഫ് ജാക്കറ്റ് ആ ഓക്കെ റൈറ്റ് ഇതാ ഓക്കെ അയ്യോ അല്പസമയത്തിനകം ബൈക്ക് പാർക്കിംഗ് ഏരിയയിലെത്തി. അവിടെ നിന്ന് ഉംകോട്ട് നദിയിലേക്കും സസ്പെൻഷൻ ബ്രിഡ്ജിലേക്കും കുറച്ചു ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പ്രകൃതിക്ക് വേറൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതിനിടയിൽ മഴ വീണ്ടും ശക്തമായി. ഇത്തവണ അതൊരു സാധാരണ മഴയല്ലായിരുന്നു. കനത്ത മഴ കാരണം മുന്നോട്ട് പോകാൻ പോലും കഴിയാത്ത അവസ്ഥ. അങ്ങനെ ഞങ്ങൾ കുറച്ചു സമയം അവിടെ തന്നെ കാത്തുനിന്നു. മഴ കുറയുന്നതുവരെ കാത്തു നിൽക്കുമ്പോഴാണ് നദിക്കരയിൽ തന്നെ മനോഹരമായ ഒരു കോട്ടേജ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. ഇത്ര മനോഹരമായ ഒരു സ്ഥലത്ത് ഒരു രാത്രി ചെലവഴിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിച്ചില്ല. അങ്ങനെ ഉംകോട്ട് നദിയുടെ തീരത്ത് തന്നെയുള്ള ആ കോട്ടേജ് ഞങ്ങളുടെ ഇന്നത്തെ താമസ സ്ഥലമായി മാറി. അത് ആ ദിവസത്തിലെ ഏറ്റവും മികച്ച തീരുമാനങ്ങളിൽ ഒന്നായിരുന്നുവെന്ന് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ ബോട്ടിങ്ങിന് മുന്നേ നമ്മുടെ ഉംകോട്ട് സസ്പെൻഷൻ ബ്രിഡ്ജ് ആദ്യം കണ്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഞങ്ങൾ നമ്മുടെ ബൈക്ക് പാർക്ക് ചെയ്ത ആ ഒരു ഏരിയയിലേക്ക് എത്തി. അവിടെ നിന്ന് നേരെ കുറച്ച് നടന്നാൽ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ സസ്പെൻഷൻ ബ്രിഡ്ജിലേക്ക് എത്തും. ഉംകോട്ട് നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഈ പാലം രണ്ട് കരകളെ ബന്ധിപ്പിക്കുക മാത്രമല്ല, സ്നോൺപെടങ്ങിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ കാണാനുള്ള ഒരു വ്യൂ പോയിന്റ് കൂടിയാണ്. ബ്രിഡ്ജിലേക്ക് കയറുന്ന നിമിഷം തന്നെ താഴെ ഒഴുകുന്ന നദിയുടെ തെളിഞ്ഞ വെള്ളം ഞങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഉംകോട്ട് നദി ഇന്ത്യയിലെ ഏറ്റവും ശുദ്ധമായ നദികളിലൊന്നായി അറിയപ്പെടുന്നു. ഇവിടുത്തെ വെള്ളത്തിൻ്റെ തെളിമ അത്ര റെയറാണ്. പല സ്ഥലങ്ങളിലും നദിയുടെ അടിത്തട്ട് വരെ വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. ബ്രിഡ്ജിൻ്റെ നടുവിലെത്തിയപ്പോൾ 4 വശവും മലകളാൽ ചുറ്റപ്പെട്ട ആ താഴ്വരയുടെ ഭംഗി കൂടുതൽ വ്യക്തമായി. മഴയ്ക്ക് ശേഷമുള്ള അന്തരീക്ഷം ആ കാഴ്ചയെ ഒന്നുകൂടി മനോഹരമാക്കിയിരുന്നു. എങ്ങനെയുണ്ട്? ഇതൊരു ലൈഫ് ടൈം എക്സ്പീരിയൻസാ. ഉംകോട്ട് റിവറിന് മേലെ ഉള്ള സസ്പെൻഷൻ ബ്രിഡ്ജ്. വിഷയം താഴെ കണ്ണാടി പോലെ തെളിഞ്ഞ വെള്ളത്തിലൂടെ പതുക്കെ നീങ്ങുന്ന മത്സ്യബന്ധന ബോട്ടുകൾ. നദിയുടെ അടിത്തട്ടിലേക്ക് വരെ കാണാൻ കഴിയുന്നത്ര സുതാര്യമായ വെള്ളം. ആ കാഴ്ച കുറച്ചു നേരം നോക്കി നിൽക്കാൻ ആരെയും പ്രേരിപ്പിക്കുന്നതായിരുന്നു. സ്നോൺപെടങ്ങിലെ ജീവിതം ഈ നദിയെ ചുറ്റിപ്പറ്റിയാണ് മുന്നോട്ട് പോകുന്നത്. ടൂറിസവും മത്സ്യബന്ധനവും ബോട്ടിംഗ് പോലുള്ള വിവിധ പ്രവർത്തനങ്ങളും ഈ പ്രദേശത്തിൻ്റെ പ്രധാന ജീവിതോപാധികളിൽ ഒന്നാണ്. സ്നോൺപെടങ്ങിൽ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള റിവർ സൈഡിൽ താമസിക്കാൻ തന്നെ തീരുമാനമെടുക്കണം. കാരണം ഇവിടുന്ന് പിന്നെയും ദൂരം പോയാലേ നമുക്കല്ലാത്ത കോട്ടേജുകൾ കാര്യങ്ങൾ കിട്ടുകയുള്ളൂ. പിന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ 1000 രൂപയ്ക്ക് 2 പേർക്ക് ടെൻറ്റിൽ കിടക്കാം. പക്ഷെ അത് അത്ര പ്രാക്ടിക്കലാണെന്ന് ഞങ്ങൾക്കും തോന്നിയില്ല.
അങ്ങനെ ബ്രിഡ്ജിൻ്റെ മറുവശത്തെ കാഴ്ചകൾ എന്താണെന്ന് അറിയാൻ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. പക്ഷേ അവിടെ അങ്ങനെ പ്രത്യേകിച്ച് കടകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ഒരു സൈഡിലാണ് സ്റ്റേ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി ബ്രിഡ്ജിൽ കൂടെ അപ്പുറത്ത് പോകണം. അതുപോലെ സാധനങ്ങൾ മേടിക്കാനും ബ്രിഡ്ജിൽ കൂടെ അപ്പുറത്ത് പോകണം. അതുകൊണ്ട് എല്ലാം കൊണ്ടും ബെറ്റർ ആയിട്ടും നമ്മൾ വന്നിറങ്ങി പാർക്ക് ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ തന്നെ ഒരുപാട് സ്റ്റേകൾ വരുന്ന വഴിക്കും ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ഇൻ കേസ് ഇവിടെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അത് നിങ്ങൾ ചൂസ് ചെയ്യുന്നതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലതെന്ന് എനിക്കും തോന്നുന്നു. സസ്പെൻഷൻ ബ്രിഡ്ജിലൂടെ നടന്നുള്ള കാഴ്ചകൾ ആസ്വദിച്ച ശേഷം ഇനി സ്നോൺപടങ്ങിലെ ഏറ്റവും മനോഹരമായ അനുഭവത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഉംഗോട്ട് നദിയിലൂടെയുള്ള ബോട്ടിംഗ്. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഉംഗോട്ട് നദീതീരത്തുള്ള ടെൻറ്റ് സ്റ്റേകൾ. ഇവിടെ ശരിക്കും പ്രാക്ടിക്കലാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവിടുത്തെ ഒരു സ്റ്റേ എന്ന് പറയുന്നത്. കാരണം ആ ഒരു ടെൻറ്റിൽ 2 പേർക്ക് കിടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ അത്ര സ്പേസോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു കപ്പിൾ അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ഒട്ടും സ്പേഷ്യസ് അല്ലാത്തതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞങ്ങളുടെ കയ്യിലും അത്യാവശ്യം ലഗേജ് ഉള്ളത് കൊണ്ട് തന്നെ ആണ് ഞങ്ങൾ ഈ ഒരു ടെൻറ്റ് എടുക്കാതിരുന്നത്. പക്ഷേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുന്നവർക്ക് 1000 rupees 2 പേർക്ക് അത് എങ്ങനെ പോയാലും വെറുത്താണെന്ന് തന്നെ പറയാം. പ്രകൃതിയുടെ നടുവിൽ ഒരു രാത്രി ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെയുള്ള ടെൻറ്റ് സ്റ്റേ മികച്ചൊരു അനുഭവം തന്നെ ആയിരിക്കും. അങ്ങനെ നമ്മൾ ആ ഒരു ബോട്ടിങ്ങിനായി തയ്യാറെടുക്കുകയാണ്. ബോട്ടിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാവരും നിർബന്ധമായും ലൈഫ് ജാക്കറ്റ് ധരിച്ചിരിക്കണം. സുരക്ഷ ഉറപ്പാക്കിയ ശേഷം ഞങ്ങളും ഞങ്ങളുടെ ബോട്ടുകാരനുമൊപ്പം യാത്ര ആരംഭിച്ചു. ഞങ്ങൾ തിരഞ്ഞെടുത്ത ബോട്ട് യാത്രയുടെ നിരക്കിന് ഒരു ബോട്ടിന് 800 രൂപ ആയിരുന്നു. ഈ യാത്രയിൽ നമ്മളെ നദിയുടെ മറ്റേ അറ്റത്തുള്ള മനോഹരമായ ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. പതുക്കെ അങ്ങനെ ബോട്ട് മുന്നോട്ടേക്ക് നീങ്ങാൻ തുടങ്ങി. ആദ്യ നിമിഷം തന്നെ ഈ നദിയുടെ പ്രത്യേകത മനസ്സിലാകും. വെള്ളത്തിൻ്റെ തെളിമ അത്രയേറെയാണ്. ബോട്ട് വെള്ളത്തിലൂടെ ഒഴുകുകയല്ല, മറിച്ച് വായുവിലൂടെ ഒഴുകുന്ന പോലെ തോന്നും. നദിയുടെ അടിത്തട്ടിലെ ഓരോ കല്ലുകളും വളരെ വ്യക്തമായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഉംഗോട്ട് നദിയെ ഇന്ത്യയിലെ ഏറ്റവും ശുദ്ധവും സുതാര്യവുമായ നദികളിലൊന്നായി വിശേഷിപ്പിക്കുന്നത്. ബോട്ട് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ചുറ്റുമുള്ള കാഴ്ചകളും മാറിക്കൊണ്ടിരുന്നു.
രണ്ടു വശത്തും ഇടതൂർന്ന മഴക്കാടുകൾ. ഉയരത്തിൽ ആകാശത്തെ തൊടുന്ന മരങ്ങൾ. പച്ചപ്പിൽ മുങ്ങി നിൽക്കുന്ന മലഞ്ചെരിവുകൾ. ഒരു നിമിഷം നമ്മൾ ഇന്ത്യയിലെ ആമസോൺ മഴക്കാടുകളിലൂടെ സഞ്ചരിക്കുകയാണോ എന്ന് പോലും തോന്നിപ്പിക്കുന്ന കാഴ്ചകൾ. മഴക്കാടുകളുടെ നടുവിലൂടെ ശാന്തമായി ഒഴുകുന്ന ഈ നദി പ്രകൃതി എത്ര മനോഹരമായൊരു ചിത്രകാരിയാണെന്ന് വീണ്ടും തെളിയിക്കുകയായിരുന്നു. ഇടയ്ക്കിടെ നദിക്കരയിൽ ഉയർന്നു നിൽക്കുന്ന ഭീമാകാരമായ പാറക്കൂട്ടങ്ങൾ കാണാം. ആയിരക്കണക്കിന് വർഷങ്ങളായി പ്രകൃതിയുടെ ശക്തിയെ അതിജീവിച്ച് ഇന്നും അഭിമാനത്തോടെ നിൽക്കുന്ന ഈ പാറകൾ ഈ താഴ്വരയുടെ മറ്റൊരു പ്രത്യേകതയാണ്. ഓരോ വളവും പിന്നിടുമ്പോൾ പുതിയൊരു കാഴ്ച, പുതിയൊരു അത്ഭുതം. ഇവിടെ സമയം പോലും പതുക്കെയാണോ സഞ്ചരിക്കുന്നതെന്ന് തോന്നിപ്പോകും. യാത്രക്കിടയിൽ ഞങ്ങൾ പലതവണ ബോട്ട് നിർത്തി. കാരണം ഓരോ ഭാഗവും ക്യാമറയിൽ പകർത്താതെ മുന്നോട്ടു പോകാൻ മനസ്സ് അനുവദിച്ചില്ല. സോഷ്യൽ മീഡിയയിലൂടെയും ഫോട്ടോകളിലൂടെയും നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ള സ്ഥലമാണിത്. പക്ഷെ നേരിൽ കാണുമ്പോൾ ആ അനുഭവം പൂർണ്ണമായും വേറിട്ടതാണ്. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ദൂരെയായി ഒഴുകിയിറങ്ങുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. അതോടൊപ്പം പാറകൾക്കിടയിലൂടെ പതിച്ചിറങ്ങുന്ന ഒരു മനോഹര വെള്ളച്ചാട്ടവും പതുക്കെ കാഴ്ചയായി തുടങ്ങി. ഞങ്ങളുടെ ബോട്ട് യാത്രയുടെ അവസാന ലക്ഷ്യസ്ഥാനമായ ആ വെള്ളച്ചാട്ടം. പക്ഷേ അവിടെ ഞങ്ങളെ കാത്തിരുന്നത് ഒരു വെള്ളച്ചാട്ടം മാത്രമായിരുന്നില്ല. സ്നോൺപെഡങ്ങിലേക്കുള്ള യാത്രയിലെ ഏറ്റവും മനോഹരമായ അനുഭവങ്ങളിൽ ഒന്നായിരുന്നു അത്. വെള്ളച്ചാട്ടത്തിന് സമീപം കുറച്ചു സമയം ചെലവഴിച്ച ശേഷം ഞങ്ങളുടെ ബോട്ട് വീണ്ടും ഉംഗോട്ട് നദിയിലൂടെ പതുക്കെ തിരികെ യാത്ര തുടങ്ങി.
ഇത്തവണ ഞങ്ങൾക്കൊരു തിരക്കും ഉണ്ടായിരുന്നില്ല. പ്രകൃതിയുടെ ഓരോ നിമിഷവും പതുക്കെ ആസ്വദിക്കണമെന്നായിരുന്നു ആഗ്രഹം. പറയൂ, നേച്ചറിനെ പറ്റി പറയൂ. This is core nature. Mother Earth എന്നൊക്കെ പറയുന്നത്. I could speak. അത്രേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ബോട്ട് യാത്ര തിരികെ ഉള്ള ഒരു യാത്ര തുടങ്ങി. ആ നിമിഷം നമ്മുടെ ബോട്ടുകാരൻ, അദ്ദേഹം ആ ഒരു നാട്ടിൽ ജനിച്ചു വളർന്ന ആളാണ്. അപ്പം അദ്ദേഹത്തോട് ചോദിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. അതിലൊന്നായിരുന്നു അവിടുത്തെ പ്രധാന ഭാഷ എന്ന് പറയുന്നത്, ഇത് ഈസ്റ്റ് ഖാസി ഹിൽസിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ അവിടുത്തെ ഭാഷ ഖാസിയാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന പല മലകളും ഓരോരോ ഫാമിലികളുടെയും ഒക്കെ ഒരു ഓണർഷിപ്പിൽ വരുന്നതാണ്. നമ്മുടെ റിസർവ് ഫോറസ്റ്റിൻ്റെ അണ്ടറിലോ അങ്ങനെ ഒന്നും തന്നെയല്ല. അതുപോലെ തന്നെ അവിടെ ഒരു ട്രൈബൽ ഗ്രൂപ്പ് കാര്യങ്ങൾ, അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി, അങ്ങനത്തെ അതിൻ്റെയൊക്കെ ഒരു ബേസിലും വിശ്വാസത്തിലും ഒക്കെയാണ് അവർ മുന്നോട്ടേക്ക് പോകുന്നതും ഒക്കെ. അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്ക് കണ്ട പാറക്കെട്ടുകളിലൂടെ ഒഴുകി വരുന്ന വെള്ളക്കെട്ടുകൾ എന്നൊക്കെയാണ് അവർക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിനുള്ള വെള്ളവും അതിൻ്റെ കാര്യങ്ങളെല്ലാം അതിൽ നിന്നാണ് അവരെടുക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാരുടെ പ്രധാനമായ ഒരു എൻ്റർടൈൻമെൻറ്റും അതുപോലെ തന്നെ ജീവിതമാർഗ്ഗമാണ് ഇവിടെയുള്ളൊരു ഫിഷിങ്. ഈ കാണുന്ന പോലെ ഒരുപാട് ബോട്ടിൽ അവരെല്ലാ ദിവസവും ഫിഷിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ പയ്യെ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് ഇവനെ നമ്മൾ കണ്ടുമുട്ടിയത്. ഇങ്ങനെ നമ്മളെപ്പോലെ തന്നെ വെള്ളത്തിൽ ഇങ്ങനെ എൻജോയ് ചെയ്ത് ഒരാളിങ്ങനെ ഒഴുകി നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും ഒക്കെ തന്നെ ഈ ഒരു ചേച്ചി അവിടെ മീനൊക്കെ പിടിച്ച് അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അതും ഒരു കൗതുകമേറിയ കാഴ്ചകളായിരുന്നു. ഇപ്പോൾ കാണുന്നില്ല, അവരെല്ലാവരും അവരുടെ വൈകിട്ടത്തെ ആ ഒരു ഫിഷിങ്ങിൻ്റെ പരിപാടിയൊക്കെ അവസാനിപ്പിക്കുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇപ്പം നമ്മുടെ ബോട്ട് ഓടിച്ച ആ ഒരു വ്യക്തി എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ടീനേജിലുള്ള ആളാണ്. പക്ഷെ അയാൾ പോലും അത്യാവശ്യം നല്ല രീതിയിൽ ഇംഗ്ലീഷും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ടെങ്കിലും അവർക്ക് ഈ ഒരു സ്ഥലം വിട്ടിട്ട് പോകാനായിട്ടോ ഒന്നും ഒരു താല്പര്യമില്ല. പുറത്ത് പോകാനോ പഠിക്കാനോ അങ്ങനെ ഒന്നും ഒരു താല്പര്യമില്ല. അവർക്ക് കൂടുതലും ഇവിടുത്തെ ടൂറിസം, അവരുടെ സ്ഥലം, അങ്ങനെ അതെല്ലാം നോക്കി അങ്ങനെ ജീവിക്കാനാണ് അവർക്ക് കൂടുതൽ താല്പര്യമെന്നാണ് അവർ പറഞ്ഞത്. നമുക്ക് ഒരുപാട് പുതിയ പുതിയ കെട്ടിടങ്ങളെല്ലാം വരുന്നത് അവിടെ കാണാനായിട്ട് സാധിക്കും, സ്റ്റേകളും കാര്യങ്ങളും എല്ലാം. നദിക്കരയിലെത്തിയ ശേഷം ഞങ്ങൾക്കും ആ തെളിഞ്ഞ വെള്ളത്തെ അടുത്തെറിഞ്ഞ് അനുഭവിക്കാനുള്ള സമയമായി. ഉംഗോട്ടിൻ്റെ വെള്ളത്തിലേക്ക് കാലെടുത്ത് വെച്ച നിമിഷം തന്നെ എന്തുകൊണ്ടാണ് ഈ നദി ഇത്രയധികം ആളുകളെ ആകർഷിക്കുന്നതെന്നും നമ്മൾക്ക് മനസ്സിലായി. ഇപ്പം നമ്മൾ ഇവിടെ ബോട്ടിങ്ങും കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും വെള്ളത്തിലൊന്ന് ചാടണം അല്ലെങ്കിൽ വെള്ളത്തിൽ കളിക്കണം എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ലൈഫ് വെസ്റ്റിൻ്റെ പൈസ വീണ്ടും അടച്ചിട്ട് വേണം നമ്മൾ അവിടേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. കാരണം സേഫ്റ്റി എപ്പോഴും മസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവരും ലൈഫ് വെസ്റ്റ് ഇല്ലാതെ നമ്മളെ വെള്ളത്തിൽ ഇറക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഒരു ലൈഫ് വെസ്റ്റിന് 50 രൂപ എന്ന കണക്കിനാണ് അവർ ഈടാക്കുന്നത്. കേരളത്തിൽ നിന്നും ടൂർ പാക്കേജ് എടുത്ത് പോകുന്നവർ തീർച്ചയായിട്ടും ഐറ്റിനറിയിൽ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അവരുടെ അടുത്ത് ചോദിക്കണം. അതുപോലെ തന്നെ ഈ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് ദാവ്കി റിവറാണോ അതോ ഈ ഉംകോട്ട് റിവറാണോ എന്നുള്ളത്. കാരണം നമ്മുടെ ഒരു ബോട്ട്മാനായിട്ട് നമ്മൾ സംസാരിച്ചപ്പോഴാണ് അറിയാൻ പറ്റിയത്. കാരണം ഒരുപാട് പേര് ഈ ടൂർ പാക്കേജുകാർ ബംഗ്ലാദേശ് ബോർഡറിനടുത്തുള്ള ദാവ്കി റിവറിൽ കൊണ്ടുപോയിട്ട് ഇതുപോലെ പറ്റിക്കപ്പെടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. അതുപോലെ വളരെയധികം ചാർജും അവർ ഈടാക്കുന്നുണ്ട്. അടിത്തട്ടിലെ ഓരോ കല്ലുകളും വ്യക്തമായി കാണുന്ന സുതാര്യത, ചുറ്റും മലകളും മഴക്കാടുകളും, പ്രകൃതി തന്നെ ഒരുക്കിയ ഒരു സ്വിമ്മിംഗ് പൂള് പോലെ തോന്നുന്ന ഒരനുഭവം.
കുറച്ചു സമയം ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങി കളിച്ചും ആ നിമിഷങ്ങൾ ക്യാമറയിൽ പകർത്തിയും മനസ്സു നിറഞ്ഞ് ആസ്വദിച്ചു. യാത്രകൾ നമ്മൾ പോകുന്ന സ്ഥലങ്ങളെക്കുറിച്ച് മാത്രമല്ല, ആ സ്ഥലങ്ങൾ നമ്മളിൽ സൃഷ്ടിക്കുന്ന ഓർമ്മകളെക്കുറിച്ചുമാണ്. സ്നോൺപെഡങ് ഞങ്ങൾക്ക് സമ്മാനിച്ചതും അത്തരത്തിലുള്ള ചില മനോഹര നിമിഷങ്ങളാണ്. സൂര്യൻ പതുക്കെ മറയാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ റിവർ സൈഡ് കോട്ടേജിലേക്ക് മടങ്ങി. ഉംഗോട്ട് നദിയുടെ ശാന്തമായ ഒഴുക്കും മഴക്കാടുകളുടെ നിശബ്ദതയും ആ രാത്രിയെ കൂടുതൽ മനോഹരമാക്കി. അങ്ങനെ സ്നോൺപെഡങ്ങിലെ ഒരു മറക്കാനാവാത്ത ദിവസം അവസാനിക്കുകയാണ്. പക്ഷേ മേഘാലയയിലെ ഞങ്ങളുടെ യാത്ര ഇനിയും അവസാനിച്ചിട്ടില്ല. നാളെ മേഘാലയയിലെ ഏറ്റവും പ്രശസ്തമായ പ്രദേശങ്ങളിലൊന്നായ സൊഹറ, അതായത് ചിറാപൂഞ്ചിയിലേക്കാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. വെള്ളച്ചാട്ടങ്ങളും ഗുഹകളും മഴമേഘങ്ങൾക്കിടയിലൂടെ പോകുന്ന റോഡുകളും പ്രകൃതിയുടെ മറ്റൊരു അത്ഭുത ലോകവും ഞങ്ങളെ കാത്തിരിക്കുന്നു. ആ യാത്രയുടെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ യാത്രകൾ അവസാനിക്കുന്നില്ല. ഓരോ ലക്ഷ്യസ്ഥാനവും ഒരു പുതിയ കഥയുടെ തുടക്കമാണ്. നന്ദി. വീണ്ടും കാണാം.